ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് നല്ല സൂപ്പർ സ്പൈസി ആയിട്ടുള്ള ലിവർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇത് നല്ല ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് ലിവർ ഫ്രൈ ചെയ്യാന്നുള്ളത്. നമ്മളിവിടെ ചിക്കന്റെ ലിവർ ആണ് എടുത്തേക്കുന്നത്. അത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് അതിനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കുക. ഈ നമ്മൾ പീസസ് ആക്കിയ ലിവറിനെ അതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. വേറെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട. കാര്യം ഇത് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിനകത്ത് നിന്ന് ആവശ്യത്തിന് നെയ്യും വെള്ളമൊക്കെ ഊറി വരുവേ. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാമേ. പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിനെ വഴറ്റി കൊടുക്കുക. അത് കണ്ടോ, നന്നായിട്ട് വഴഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തു നിന്നുള്ള വെള്ളം ഇങ്ങനെ ഊറി വരുവേ. എണ്ണയും വേറൊന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. അത് നന്നായിട്ട് വഴണ്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മസാല ചേർക്കാമേ. നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണേൽ കാശ്മീരി സാധാ മുളക് പൊടി മിക്സ് ചെയ്തെടുക്കാമേ. അതിനുശേഷം നമ്മളിവിടെ ഗരം മസാല ഇടുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. പിന്നെ കുരുമുളക് പൊടി കൂടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഇടുമ്പോഴത്തേനും തീരെ നൈസായിട്ട് അത് പൊടിച്ചെടുക്കാണ്ട് കുറച്ചൊരു അതിനകത്ത് ഒരുപാട് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ കിട്ടത്തില്ല. അങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാമേ. ഇതിൽ പറഞ്ഞ പോലെ നെയ്യ് ഉള്ളത് കൊണ്ട് നമ്മൾ വേറെ അഡീഷണൽ എണ്ണ ചേർക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അത് പുരട്ടിയെടുക്കുക. ഇപ്പം നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്